ജനതാദൾ എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായതോടെ വെട്ടിലായി കേരളത്തിൽ എൽ ഡി എഫ്. ജെ ഡി എസ് എൻ ഡി എയിലെത്തി 10 മാസം കഴിഞ്ഞിട്ടും കേരള ഘടകം എൽ ഡി എഫിൽ തുടരുകയാണ്. ജെ ഡി എസിൻ്റെ കേന്ദ്രമന്ത്രി പദവി എൽ ഡി എഫിനെതിരെ ആയുധമാക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം. ഷഫീദ് റാവത്ത് ചേരുന്നു. ഗുഡ് മോർണിംഗ് ഷഫീദ്. യഥാർത്ഥത്തിൽ ഇവിടെ എൽ ഡി എഫ്, അവിടെ എൻ ഡി എക്കൊപ്പം എങ്ങനെയാണ് ശരിയാവുക? വിവരങ്ങൾ. എസ് കെ അതൊട്ടും ശരിയാകില്ല എന്ന് മാത്രവുമല്ല, ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് പ്രതിപക്ഷം ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ജെ ഡി എസിന്റെ കേന്ദ്ര നേതൃത്വം എൻ ഡി എയോട് സഹകരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം കേരളത്തിൽ അത് രാഷ്ട്രീയ ആയുധമാക്കിയതാണ്. എൻ ഡി എക്കൊപ്പമുള്ള ഒരു കക്ഷിയുടെ കേരളത്തിലെ ഘടകം അത് സ്വാഭാവികമായും സി പി എമ്മിനൊപ്പം അതല്ലെങ്കിൽ എൽ ഡി എഫ് ഇടതു മുന്നണിയിൽ തുടരുക എന്നുള്ളത് അത് ഏത് രീതിയിലാണ്, ചില അലയൻസുകളുടെ ഭാഗമാണ്. ഇതാണ് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും രാഷ്ട്രീയ നയം എന്നുള്ള കുറ്റപ്പെടുത്തലടക്കം പ്രതിപക്ഷം പലതവണ ഉയർത്തിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ കുമാരസ്വാമിയുടെ മന്ത്രിസ്ഥാനം കൂടി വരുന്നത്. ഇതിന് പിന്നാലെ കേരള ജെ ഡി എസ് കടുത്ത പ്രതിസന്ധിയിലായിട്ടുണ്ട്. നേരത്തെ പലതവണ ജെ ഡി എസ് സംസ്ഥാന നേതൃത്വം പുതിയ പാർട്ടി അതേപോലെ തന്നെ അതല്ലെങ്കിൽ മറ്റു വഴികളൊക്കെ തേടിയിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തീരുമാനമാകാതെ വൈകി പോവുകയായിരുന്നു. ഈ രീതിയിൽ അങ്ങ് കാര്യങ്ങൾ പോകട്ടെ എന്നുള്ളതിന്റെ നിലപാട്. ഒരു ഘട്ടത്തിൽ സി പി എം ഇതുമായി ബന്ധപ്പെട്ട സി പി ഐ അടക്കം വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെ പരസ്യമായ താക്കീതടക്കമുള്ള കാര്യങ്ങൾ അത് നോട്ടീസ് രൂപത്തിൽ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പുതിയ സംഭവവികാസത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ ഡി എഫും കാര്യമായ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഈ കേന്ദ്ര എൻ ഡി എ സർക്കാരിന്റെ ഭാഗമായ മന്ത്രിസഭയിലടക്കം യൂണിയൻ ക്യാബിനറ്റിലടക്കമുള്ള ആളുകൾ എങ്ങനെയാണ് കേരളത്തിൽ എൽ ഡി എഫിന്റെ ഭാഗമായി തുടരുന്നത്? അത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയ അപജയമാണ് എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ പ്രതിപക്ഷം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭയ്ക്കകത്തും പുറത്തും ഒരേപോലെ ഈ വിഷയം രാഷ്ട്രീയമായി ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എസ് കെ. ഓക്കെ, താങ്ക് യു.